എത്ര ദിവസമായി ഇതേപോലെ രാത്രിയിലൊന്ന് കുക്ക് ചെയ്തിട്ട് അല്ലേ? കുറേ ദിവസമായി അവളി മഴ പെയ്യാതിരുന്നു മതി. ഇന്നലെ മഴ ചാറിയിരുന്നു കേട്ടോ. ഇന്ന് മഴ പെയ്താ ഈ വിറകൊക്കെ ഉള്ളിലേക്ക് കൊണ്ടേക്കണം. ഒരു വെപ്രാളുണ്ടാവുന്ന ചട്ടിയും പാത്രം വിറകൊക്കെ എടുത്തിട്ടൊരു ഓട്ടം. തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നു. എന്താണെന്നറിയില്ല കേട്ടോ, ചിക്കൻ കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നല്ലേ. പിന്നെ ഉച്ചക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ പിന്നെ വേണമെന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ നമ്മൾ വാങ്ങി വെച്ചിരുന്നു രാവിലെ തന്നെ വാങ്ങി വെച്ചായിരുന്നു. പിന്നെ സാമ്പാറിലും കൊണ്ട് കേട്ടോ ഇത്ര നേരം വെക്കാതിരുന്നത്. സാമ്പാറുണ്ടായിരുന്നു, ചിക്കൻ കറി വെക്കുകയെ വരട്ടുക ചെയ്യുക. ഒരു നേരത്തേക്കല്ലേ വരട്ടാലേ. എന്താ ഈ വരട്ട് പെരട്ട് എന്തെങ്കിലും ചെയ്യും. ഏട്ടന് വേണ്ടേ? ഏയ് ഞാൻ ചിക്കൻ കഴിച്ച് നിർത്തി. ചിക്കൻ അങ്ങനെ കഴിച്ചാൽ ശരിയാവില്ല. സുകന്യ എന്താണ്ടി എന്താണ് പേടിക്കുന്നത്? അവിടെ സുകന്യക്ക് പേടി തേക്ക് ഇങ്ങോട്ട് വീഴുമെന്ന്. പേടിക്കണ്ട, തേക്ക് ഇങ്ങോട്ട് വീഴില്ല. അങ്ങനെ സംഭവിക്കോ സുകന്യ? അങ്ങനെ സംഭവിക്കോ? ഇവിടേക്കൊന്നും എത്തില്ല സുകന്യ. എന്താ ഈ തരയണ? പിന്നെ ഒന്നും ചെയ്യണ്ട. മരം വീഴുമ്പോ എന്താ ചെയ്യാ? മൂത്ത് വരട്ടെ കേട്ടോ. എനിക്ക് മരം വീഴുമ്പോ ഒന്നും ചെയ്യണ്ട. തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മരം വീഴുമ്പോ നമ്മളങ്ങനെ നോക്കി നിന്നാ മതി. എന്നിട്ട് മരത്തിനോട് പറയുക ഒന്നും പറയണ്ട. പിന്നെ ആരോടൊന്നും പറയണ്ട. മരം വീഴുമ്പോ പിന്നെ എന്താ പറയണ്ട? ഒന്നും പറയണ്ട, മിണ്ടാണ്ട് അടക്കുക. നമ്മളിപ്പോ കുക്കിംഗ് ചെയ്തിട്ട് ഇപ്പൊ എത്ര ദിവസമായില്ലേ? കുക്കിംഗ് ഒക്കെ ദിവസമുണ്ട്. കുക്കിംഗ് ഒക്കെ ദിവസം ചെയ്യുന്നുണ്ട്. പക്ഷെ കാണിക്കാൻ പറ്റില്ല എന്ന് മാത്രം. വലത്തെ കൈ നല്ല രീതിയിൽ ചൊറിയണു. പൈസ കിട്ടുമോ? വല്ലതുണ്ടോ സുഖിന്റെ കയ്യില്? ചില്ലറ എന്തെങ്കിലും ഉണ്ടോ? പിച്ചക്കയ്യോ? കോടീശ്വരി നീയാടി പിച്ചക്കാരി കോടീശ്വരിയിലടി ഇപ്പൊ നീ അടുക്കി പെറുക്കി വെച്ചേക്കണ്ട് എടുക്ക്. 10 പവന്റെ സ്വർണ്ണമുള്ള ആൾക്കാർ കോടീശ്വരിയാണ് ഇപ്പൊ. അല്ലേട്ടാ? അതെ. ഇപ്പല്ലേ സ്വർണത്തിന് 1 ലക്ഷം ഉറുപ്പിയെ. 10 പവന്റെ സ്വർണ്ണം കയ്യിലുണ്ടാവണം. അത് ബാങ്കിൽ കൊണ്ട് ബാങ്കിൽ വെച്ചിട്ട് കാര്യമില്ല കേട്ടാ. ഞാൻ വെറുതെ പറഞ്ഞാട്ടാ. കോടീശ്വരിയല്ല, ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. വെറുതെ ഓരോന്ന് എന്തെങ്കിലും പറയണ്ടേ. 10 പവൻ തോന്നിക്കുന്ന ഗ്യാരണ്ടി സാധനങ്ങളുണ്ട്. ആർക്കെങ്കിലും വേണോ? അല്ലേ? കാലിലൊന്ന് കിടക്കുന്നുണ്ട്, കാതിലൊന്ന് കിടക്കുന്നുണ്ട്. എന്താ അല്ലേ സ്വർണത്തിനൊക്കെ ഇങ്ങനെ വില കയറിപ്പോയി എന്താ ചെയ്യാലേ? 1 ലക്ഷം എത്തിയോ? പിന്നെ ഒന്നെത്തിയില്ലേ സു? ഒന്നെത്തിയില്ല. 900 എന്താ എത്രയടി? എടി ആ എണ്ണക്കുപ്പി ഒന്ന് എടുക്ക് പെണ്ണേ. എണ്ണക്കുപ്പി എടുക്ക്. 99,280 വെളിച്ചെണ്ണ. അപ്പൊ അതന്നെയാണ് പണിക്കൂലി. പിന്നെ കൂടിയൊന്നും നമ്മൾ നോക്കണില്ല. കാരണം നമുക്കിത് വാങ്ങണില്ലല്ലോ. അല്ല, നോക്കിയാലും ഉണ്ടെങ്കിലും കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പേടിക്കണ്ട. അത് വേറെ കാര്യം. എനിക്കല്ലേ വിഷയമില്ല. നമ്മൾ അതിലൊന്നും തളരില്ല, പേടിക്കില്ല. കാരണം നമ്മൾ വാങ്ങണില്ലല്ലോ, കൊടുക്കാനില്ല. കൊണ്ട് വില കൂടിയതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. എന്തെന്നറിയാം, എനിക്ക് ഒരു മാല എടുക്കണം എന്ന് വിചാരിച്ചതാണ്. കുറേ ആയി അത് വിചാരിക്കുന്നു. കഴുത്തിലൊരു മാല ഇടാം, മാല വാങ്ങണം എന്ന് വിചാരിച്ച. പക്ഷേ എന്തായി, ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കൂടട്ടെ എന്നിട്ട് വാങ്ങാം. 2 റൗണ്ട് ആവട്ടെ. അപ്പോൾ നമ്മൾ പറയില്ലേ കോടീശ്വരി, നമ്മൾ കോടീശ്വരി തന്നെയാണ് കേട്ടോ. എല്ലാം കൊണ്ടും എന്താ വെച്ചാൽ സ്നേഹം കൊണ്ട് കോടീശ്വരിയാണ്. പിന്നെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് കോടീശ്വരിയാണ് അല്ലേ? ദൈവത്തിൻ്റെ സപ്പോർട്ടും കൊണ്ട് കോടീശ്വരിയാണ്. അല്ല? ആണോ? പിന്നെന്താ?
ആരോ ചോദിച്ചത് ഇതിനിടയ്ക്ക് അനക്കെന്നെ പറഞ്ഞ കാര്യത്തിൽ ഉറപ്പില്ല, സംശയമാണ്. സത്യം. അല്ല അല്ല എന്ന് ചോദിക്കുമ്പോഴേ അതെന്താണെന്നറിയോ, എനിക്ക് എന്റെ കെട്ടിയോന്റെ സപ്പോർട്ട് ചെയ്യാ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നിധി കിട്ടണ പോലെ. അതിപ്പോ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഓരോ വാക്കിനും അല്ല അല്ല പറയണോ? കാരണം ചില ഇന്ന് വിദ്യ പറയുന്ന കേട്ടില്ലേ, ആ അനിയേട്ടനക്ക് തരുമോന്ന്. ഞാൻ പറഞ്ഞു ആ അനിയേട്ടനക്ക് തരുമോ, 16 ആക്കി ഇട്ടോളൂ, എല്ലാവരും വേണ്ടവരൊക്കെ വീതം വെച്ച് ഇട്ടോളൂ. ഞാൻ പറഞ്ഞു അകല്യ എന്നോ ചോദിക്കാൻ തുടങ്ങിയതാണ് അനിയേട്ടനക്ക് തരുമോ എന്നുള്ളത്, ഞാൻ കൊടുത്തിട്ടില്ല പറഞ്ഞു ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളില്ലേ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിധി കിട്ടിയ പോലെയാണ്. അത് ചിലവർക്ക് അത് മനസ്സിലാവുള്ളൂ. ചിലവർ പറയും ഓ കെട്ടിയനെ ഒലിപ്പിക്കുകയാണെന്ന്. അതൊന്നല്ല, നമ്മളുടെ ഒരു സപ്പോർട്ട് ഒരു സമയത്ത് ഞാനുണ്ട്. ചിക്കൻ വെക്കണ്ടേ? ജീരകം അവിടെ വെള്ളപാത്രത്തിൽ. എന്തിനാ ജീരകം? ഗ്യാസ് ഉണ്ണി, ഒരു കഷ്ണം ഇഞ്ചി ഇല്ലേ, ഇഞ്ചി നുറുക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ചമച്ചരച്ചാണ്ട് ഇറക്കിയേക്കാം. മുള്ളഞ്ചെടി നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്നതാട്ടോ. നമ്മുടെ പുതിയ വീട്ടിൽ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് കണ്ണേറുണ്ടെങ്കിൽ നല്ലതാന്ന് പറഞ്ഞേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ എന്താ പറയുന്നതിലൊരു വിശ്വാസ കമ്മി ഉണ്ടായിട്ടല്ല കേട്ടോ. അനിയേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ഒരു ധൈര്യം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം അല്ലേ? അതും കൊണ്ടാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഞാൻ പറയുന്നതിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ അത് കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പോണം. എന്താ പറയുന്നത് ഏട്ടാ? ചിക്കൻ കറിയില്ലേ പെരുംജീരകടാ. ഏട്ടൻ പോയിട്ടാ, ഏട്ടൻ അങ്ങോട്ട് പോയപ്പോൾ, ഏട്ടനല്ലേ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഏട്ടൻ പിന്നാലെ വന്നപ്പോൾ നമ്മളവിടെ കൂടെയൊക്കെ ക്ഷണിച്ച്. നമുക്കറിയായിരുന്നു ഞാൻ പോയി കഴിഞ്ഞാൽ ഏട്ടൻ പിന്നാലെ വരും എന്നുള്ളത്. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം കൊണ്ടല്ലേ അറിയാം. പിന്നെ വിളിച്ചു വരുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞപ്പൊടി. ഏത് ആൾക്കാർക്ക് അറിയില്ലേ? നേരെ കഴിഞ്ഞ കുഞ്ഞുണ്ണിയെ അവനും കൂടെ അറിയാം. ചാറ് വേണമ്മ, ചിക്കനെ വേണ്ടേ? ആരും കഴിക്കില്ല. പൊത്തതിലിപ്പത് കുഴമ്പനാക്കിയാൽ മതിയോ? എന്താ ചാറുള്ളത്? വേറൊന്നുമില്ല, അത് മതിയോ? സാമ്പാറിൻ്റെ അതിന് അത് കഴിഞ്ഞില്ലേ? ഇനിയെന്താ സാമ്പാർ? ചിക്കൻ കറി ആയിട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൊറ്റ സാധനമേ ഉള്ളൂ, ചിക്കൻ കറി മീൻ കറിയും അല്ലേ? ബാക്കിയുള്ളതൊക്കെ കുറച്ച് സാമ്പാറൊക്കെ പണി. ചിക്കൻ കറി ഉണ്ടാക്കാൻ പണിയല്ലേ? അതാണല്ലേ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ കുറേ ദിവസമായില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വിളിക്കാനുള്ള ആൾക്കാരെ, നമ്മുടെ ബന്ധുക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ വിളി നടന്നു അല്ലേ? രണ്ട് തോണിയിൽ കാലിട്ട പോലെയാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ ചെയ്തത്. എന്നെ പറയണതേ ബന്ധില്ലേ അമ്മ? അത് അതിൻ്റെ സൈഡിൽ കൂടെ വീഡിയോ ഇങ്ങനെ പോകണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റ് വേറെ തുക, ഇൻട്രസ്റ്റ് പറഞ്ഞ താല്പര്യമല്ലേ? അത് ഇടിക്കുടുപ്പ് ആയിരിക്കണടി. നീ ഇത്രയും പോന്നിട്ട് എടുത്ത് നടക്കണത്രേ. അച്ഛന് പാവട്ടോ 2-3 ദിവസം ഇവിടെ തണുപ്പ് തുടങ്ങിയപ്പോ അച്ഛന് വയ്യാതെ. അച്ഛന് മുടി വെട്ടണത്ര അമ്മ. അല്ല ഏട്ട ഫാൻസി വാങ്ങണ്ട, വള വാങ്ങണ്ട, കമ്മല് വാങ്ങണ്ട, എന്റെ മക്കൾക്ക് ഒന്നും വാങ്ങണ്ട. ഇവരുടെ ഒക്കെ പകരം എനിക്ക് വാങ്ങി തരണം ഏട്ടാ.
അത്രയില്ലടി ഇത് അത്ര പേരല്ല മാല. അപ്പൊ തുണിന്റെ അടിയിലാവില്ലേ? ആ അത് സാറില്ല. കഴിക്കുക. അച്ഛന് ചിക്കൻ വേണ്ടെന്ന് പറഞ്ഞ രാവിലെ. ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടോ. അച്ഛൻ ചിക്കൻ വാങ്ങിട്ട് വേണ്ട രാവിലെ ഉണ്ട് വേണ്ട പറഞ്ഞു. ചിക്കൻ വാങ്ങാന്ന് പറഞ്ഞു. ഇനി വേണോ ചോറ്? ഈ കട്ടാണ്. അയ്യോ ചോറ് എന്താ കട്ടേ? കേട്ടിനെന്താ എന്നിട്ട് അമ്മോ കഴിച്ചിട്ട് ഇരുന്നോളൂ. അമ്മ ഇനി നാളെ ഇങ്ങനെ ചോറാക്കിയിട്ട് കൊടുത്താൽ മതി അവന്. അവന് ഇങ്ങനത്തെ ചോറ് അത്ര ഇഷ്ടം. ചായോ ഇങ്ങടുത്താ കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞിന് ചോറ് വേണ്ടേ? അവനല്ലേ ഈ റേഷനരിയുടെ എന്താ നല്ല വെന്ത ചോറ് ഇഷ്ടാ. ആ റേഷനരിയുടെ നല്ല വെന്ത ചോറ് കൂടെ അല്ലേ രസം കൂട്ടി കഴിക്കണം. എല്ലുണ്ടേ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അമ്മ ചോറ് വേണ്ടേ? എന്നിട്ട് മതിയോ? അമ്മ ഇപ്പൊ ചോറുണ്ടമ്മ. കുഞ്ഞൻ കഴിച്ചോ? അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാട്ടോ. ഇന്ന് നമുക്ക് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വേഗം വൈകുന്നേരത്തെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് എന്താണ് എന്തെങ്കിലും പറയേ. അമ്മയൊന്നും മിണ്ടില്ല. ഞങ്ങൾ ചോറിനട്ടെ. ടാറ്റാ. നാളെ കാണാം. നാളെ കാണാം.